ഗുഡ് ഈവനിംഗ് റിനു ശ്രീധർ. വി ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും പറഞ്ഞത് ഒരേ കാര്യമാണ് എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ അതിൽ ചെറിയൊരു തിരുത്തുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വ്യത്യാസമുണ്ടല്ലോ. ഒന്ന് വീണാ വിജയന് പിന്തുണയില്ല എന്നും ഒന്ന് പിന്തുണ വേണ്ടെന്നുമാണ്. ഇത് മുന്നണിയിലെ ഭിന്നതയായി തന്നെയല്ലേ കാണേണ്ടത് റിനു? തീർച്ചയായും സുജയ, CMRL എക്സാലോജിക്ക് പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFിനകത്ത് ഭിന്നാഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തതയാണ്. കാര്യം കഴിഞ്ഞ ദിവസമാണ്, ഏകദേശം ഈ കഴിഞ്ഞ 5-ാം തീയതിയാണ് മുഖ്യമന്ത്രിയെയും വീണാ വിജയനെയും പിന്തുണച്ചുകൊണ്ട് അവർക്ക് പിന്തുണ നൽകുമെന്ന് അറിയിച്ചുകൊണ്ട് ബിനോയ് വിശ്വം വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവന തൃശ്ശൂരിൽ വെച്ച് നടത്തിയത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം തന്നെ അത് തിരുത്തുന്ന ഒരു നിലപാടുണ്ടായി. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വലിയ വിമർശനം, പാർട്ടിയുടെ അഭിപ്രായം എന്തിനാ തരത്തിൽ വളച്ചൊടിച്ചു എന്നതടക്കമുള്ള ഒരു വിമർശനം ബിനോയ് വിശ്വത്തിനെതിരെ ഉയർന്നു. തുടർന്നാണ് അദ്ദേഹം തിരുത്തി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. LDFിന്റെ പിന്തുണ വീണാ വിജയന്റെ നൽകേണ്ടുന്ന സാഹചര്യമില്ല. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദം ഉയർന്നു വന്നാൽ അത് പിന്തുണയ്ക്കേണ്ടുന്ന കാര്യം LDFിനില്ല എന്നുള്ള അടക്കമുള്ളൊരു പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തുന്നത്. തുടർന്ന് വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഇന്ന് അദ്ദേഹത്തിനെതിരെ പറയുകയും ചെയ്തു. LDFിന്റെ പിന്തുണ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഉണ്ടാകും എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ബിനോയ് വിശ്വം അതിൽ ഉത്കണ്ഠപ്പെടേണ്ടുന്ന കാര്യമില്ല എന്ന അടക്കമുള്ള പ്രതികരണം അദ്ദേഹം നടത്തുകയും ചെയ്തു. പക്ഷേ അല്പസമയം മുമ്പ് ബിനോയ് വിശ്വം വീണ്ടും മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്, ബിനോയ് വിശ്വവും അതായത് താനും വി ശിവൻകുട്ടിയും പറയുന്നത് ഒരേ കാര്യമാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിരോധം ഉണ്ടായാൽ അതിശക്തമായി തന്നെ LDF അതിനെ പ്രതിരോധിക്കും എന്നുള്ളതാണ്. അതേസമയം വീണയുടെ കാര്യം വീണയ്ക്ക് നോക്കാൻ അറിയാം എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. അത് അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഈ കേസിന്റെ അന്വേഷണം എവിടെയായി എന്ന് കൂടി നോക്കാം റിനു. ശരൺ SS കൂടി നമുക്കൊപ്പം ചേരുകയാണ്. SS ശരൺ, വീണാ വിജയന്റെ കാര്യം വീണാ വിജയൻ നോക്കും എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ന്യായീകരിക്കുന്നുണ്ട്. ഇവിടെ അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? അതിൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞല്ലോ. വീണാ വിജയനിലേക്ക് എത്തുകയാണോ? അധികം വൈകാതെ തന്നെ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഈ അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് SFIO അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നതാണ്. അതിനുശേഷം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി, അതായത് വിചാരണ കോടതി എന്ന് പറയുന്നത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ്. അങ്ങനെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഇതിന്റെ വിശദമായ പരിശോധന, ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദമായ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. അത് പൂർത്തിയായിക്കൊണ്ടാണ് ഇന്നലെ ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെ ഇനി കേസ് നമ്പർ ഇടേണ്ടതുണ്ട്. അങ്ങനെ കേസ് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇത് തുറന്ന കോടതിയുടെ പരിഗണനയിൽ വരും. അങ്ങനെ തുറന്ന കോടതിയുടെ പരിഗണനയിൽ വരുന്ന വേളയിലായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാനുള്ള നടപടികളിലേക്ക് കൂടി കോടതി കടക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ വിഷു ഈസ്റ്റർ അവധിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിഷു ഈസ്റ്റർ അവധിക്ക് ശേഷമായിരിക്കും ആ നടപടികളിലേക്ക് കോടതി പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോടതിയിൽ നടക്കുമ്പോൾ തന്നെ ഇത് ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസി കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നതാണ്. അത് ഈ തുറന്ന കോടതിയുടെ പരിഗണനയിൽ വരുന്ന വേളയിൽ അപ്പോൾ സമൻസ് അയച്ച ശേഷമായിരിക്കും, അതായത് പ്രതികൾക്ക് സമൻസ് അയച്ച ശേഷമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ കോടതി പരിഗണിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് വിശദമായി പരിശോധിച്ചുകൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് പോകാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ മാർച്ചിൽ തന്നെ ഇത് സംബന്ധിച്ച ECI രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. പക്ഷേ അത് ROC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ECI രജിസ്റ്റർ ചെയ്തിരുന്നത്. പിന്നീട് ഒരു ഘട്ടത്തിൽ ED അന്വേഷണം നിലച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള അന്വേഷണം ഊർജിതമാക്കാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു നടപടികൾ കൂടി വൈകാതെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ശരണും അതോടൊപ്പം റിനു ശ്രീധറുമാണ്. ബിനോയ് വിശ്വത്തിന് എതിരെ ഉയർന്നിരിക്കുന്ന വിമർശനം, അതുപോലെ തന്നെ മുന്നണിയിലെ ഭിന്നത, ഒപ്പം കേസിന്റെ അന്വേഷണ പുരോഗതി, അതൊക്കെയാണ് അറിയേണ്ടത്.